കൂട്ടുകാരെ, എല്ലാവർക്കും നെക്സ്റ്റ് ജൻ വിസിറ്റത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം 1ാമത്തെ ചാപ്റ്റർ ആഹാരത്തിലൂടെ ആരോഗ്യം. അതിൽ 7 മുതൽ 16 വരെയുള്ള പേജുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുമാത്രമല്ല, ഇത്രയും പേജുകളിൽ നിന്ന് നമുക്ക് മുൻകാല വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ആക്കണം. എങ്കിൽ മാത്രമാണ് ടീച്ചർ ഇടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. നമുക്കിനി ചാപ്റ്ററിലേക്ക് കടക്കാം. ആഹാരത്തിലൂടെ ആരോഗ്യം. ഈ ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെയാണ് പോഷകാഹാരങ്ങളെന്നും നമ്മൾ കഴിക്കുന്ന വിവിധ ഭക്ഷണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ ഏതൊക്കെയാണെന്നും ഓരോ പോഷകത്തിൻ്റെയും അഭാവം മൂലമുണ്ടാകാവുന്ന രോഗങ്ങളും അതെങ്ങനെ പരിഹരിക്കാമെന്നും അങ്ങനെയുള്ള വിവിധ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി നോക്കിയേ, തന്നിരിക്കുന്ന ഒരു ചിത്രത്തിൽ നിങ്ങൾക്കൊരു ഡോക്ടറും ഒരു അമ്മയും ഒരു കുഞ്ഞിനെയും കാണാം. അപ്പോൾ അമ്മ പറയാണ്, ഡോക്ടർ, മോൾക്ക് ഭാരക്കുറവുണ്ടോ എന്നൊരു സംശയം. അവൾ ആഹാരം വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ. എന്താണ് ചെയ്യേണ്ടതെന്ന് ഡോക്ടറോട് ചോദിക്കുകയാണ്. ഡോക്ടർ പറയാണ്, ചെറിയ ഭാരക്കുറവൊന്നും പ്രശ്നമായി എടുക്കേണ്ടത് കാര്യമില്ല. വളരുന്ന പ്രായമല്ലേ, കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. എങ്കിലും ആവശ്യത്തിന് പോഷകാഹാരം ഉറപ്പാക്കണം. അമ്മയും ഡോക്ടറും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചില്ലേ? നിങ്ങളിലെ ചിലർക്കെങ്കിലും ഇത്തരം അനുഭവം ഉണ്ടായിട്ടുണ്ടാകുമല്ലോ. എന്താണ് പോഷകാഹാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നിങ്ങളുടെ ഊഹം എഴുതൂ. എന്തായിരിക്കും പോഷകാഹാരം? അതായത് ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും സുപ്രധാന പ്രക്രിയകൾക്കും ഊർജം പ്രദാനം ചെയ്യുന്നതിനുമായി നമ്മുടെ ശരീരം ഉപയോഗിക്കുന്ന എല്ലാ അവശ്യ പോഷകങ്ങളും അടങ്ങിയ ഭക്ഷണമാണ് പോഷകാഹാരം. വിവിധതരം പോഷകാഹാരങ്ങൾക്ക് നിങ്ങൾക്ക് ഉദാഹരണങ്ങൾ പറയാം. പാല്, മുട്ട, ഇറച്ചി, മത്സ്യങ്ങൾ, അതുപോലെ ഇലക്കറികൾ, പച്ചക്കറികൾ എല്ലാത്തിലും നമുക്ക് പോഷകാഹാരത്തിൽ ഉൾപ്പെടുന്നവയാണ് ഇവയ്ക്ക്. വൈവിധ്യമാർന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടല്ലോ. പാകം ചെയ്തതും അല്ലാത്തതുമായ വ്യത്യസ്ത തരം ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ ആഹാരമാക്കുന്നു. നാം സാധാരണയായി ഉപയോഗിക്കുന്ന ചില ഭക്ഷ്യവസ്തുക്കളുടെ ചിത്രങ്ങൾ നമുക്ക് നിരീക്ഷിക്കാം. തന്നിരിക്കുന്ന ചിത്രങ്ങളൊക്കെ നോക്കി ഭക്ഷ്യവസ്തുക്കൾ എങ്ങനെയെല്ലാം തരംതിരിക്കാം ശാസ്ത്രപുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ചിത്രം ധാന്യങ്ങളാണ്. രണ്ടാമത്തെ നമുക്ക് എന്തെഴുതാം? പഴങ്ങൾ. മൂന്നാമത്തെ പച്ചക്കറികൾ. നാലാമത്തെ പയറുവർഗ്ഗങ്ങളാണ്. അഞ്ചാമത്തെ ഇലക്കറികളാണ്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷ്യവസ്തുക്കൾ എന്തൊക്കെയാണ്? ഇഷ്ടമില്ലാത്തവയുണ്ടോ? എന്തൊക്കെയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് കണ്ടെത്താം. എന്തുകൊണ്ട്? ചർച്ച ചെയ്യൂ. നിങ്ങൾ ഒരു ദിവസം സാധാരണ കഴിക്കാറുള്ള ഭക്ഷണം പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രഭാത ഭക്ഷണത്തിൽ നമ്മൾ എന്തെല്ലാം ഉൾപ്പെടുത്താറുണ്ട്? ഇഡലി, ദോശ, സാമ്പാർ, പഴം, അങ്ങനെയുള്ളത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതി ചേർക്കാം. ഇനി ഉച്ചഭക്ഷണത്തിലോ? ചോറ്, മീൻകറി, തോരൻ, മോര്, പിന്നെ എന്ത് വേണമെങ്കിലും നിങ്ങൾ കഴിക്കുന്നത് എഴുതി ചേർക്കാം. രാത്രി ഭക്ഷണം ചപ്പാത്തി, പച്ചക്കറികൾ, പരിപ്പ് കറി, സാലഡ്, അതൊക്കെ പച്ചക്കറിയിൽ ഉൾപ്പെടും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി ചേർക്കാം. ഇനി നോക്കിയേ, നിങ്ങൾക്കൊരു പിക്ചറൊക്കെ കാണാം. ഇഷ്ടമുള്ള ആഹാര പദാർത്ഥങ്ങൾ മാത്രമാണോ നാം കഴിക്കേണ്ടത്? അല്ല അല്ലേ? താഴെ കൊടുത്തിരിക്കുന്ന സംഭാഷണങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അപ്പവും കടലക്കറിയുമാണ്, ഒരു കുട്ടി പറയാണ്. മറ്റൊരു കുട്ടി പറയാണ്, എനിക്ക് ഇഷ്ടം പുട്ടും പഴവുമാണ്. ഞാൻ ദിവസവും നൂഡിൽസ് കഴിക്കാറുണ്ട്. അമ്മ എനിക്ക് എന്നും നൂഡിൽസ് ഉണ്ടാക്കി തരുമെന്ന് മൂന്നാമത്തെ കുട്ടി പറയാണ്. 3 പേരും പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? ഈ 3 പേരുടെയും വളർച്ചയ്ക്കും ആരോഗ്യത്തിനും അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥം മാത്രം മതിയാവുമോ? ഇല്ല അല്ലേ? നിങ്ങളുടെ അഭിപ്രായം എഴുതൂ. ക്ലാസ്സിൽ അവതരിപ്പിച്ച് കാരണം വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇല്ല, ഈ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അവരുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും മതിയാകില്ല. ജീവകങ്ങൾ, മാംസ്യം, ധാതു ലവണങ്ങൾ, അന്നജം, മറ്റ് പോഷകങ്ങൾ എന്നിവ അടങ്ങിയ ഭക്ഷണ വസ്തുക്കൾ അവർ കഴിക്കേണ്ടതുണ്ട്. ശക്തിയോടെ വളരാനും ആരോഗ്യത്തോടെ ഇരിക്കാനും നമ്മുടെ ശരീരത്തിന് പഴങ്ങൾ, പച്ചക്കറികൾ, പാല്, അരി, പയറുവർഗ്ഗങ്ങൾ തുടങ്ങി വിവിധ തരം ഭക്ഷ്യവസ്തുക്കൾ ആവശ്യമാണ്. അതിനാൽ എല്ലാവരും ഇഷ്ടമുള്ള ഭക്ഷ്യവസ്തുക്കൾ മാത്രമല്ല, എല്ലാത്തരം ഭക്ഷണവും കഴിക്കണം. നിങ്ങളും അതുപോലെ കഴിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഇനി ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങളും പല ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നുണ്ടാകും. അപ്പോൾ അതൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി എൻ്റെ മക്കളെ. ഇനി നോക്കി, ആഹാരം എന്തിന്? നാം എന്തിനാണ് ആഹാരം കഴിക്കുന്നത്? ആഹാരത്തിൽ നിന്ന് എന്താണ് ലഭിക്കുന്നത്? കുട്ടികളുടെ മാസികയിൽ വന്ന കുറിപ്പ് വായിക്കാൻ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ആരോഗ്യം, നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം നൽകുന്നത് ആഹാരമാണ്. നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും ആവശ്യമായ ഘടകങ്ങളാണ് പോഷകങ്ങൾ. ഇവ നമുക്ക് ലഭിക്കുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നാണ്. ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങളാണ് കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ തുടങ്ങിയവ. അപ്പോൾ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദ്യം ഉണ്ടാവും, ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന്. അപ്പോൾ ഇതൊക്കെ എഴുതാം. ജലം ഒരു പോഷക ഘടകമല്ലെങ്കിലും ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട ഒരു പദാർത്ഥമാണ്. ഭക്ഷ്യവസ്തുക്കളിൽ കാണുന്ന നാരുകളും, അതായത് ഫൈബേഴ്സ്, ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. എല്ലാ ആഹാരത്തിലും എല്ലാ പോഷക ഘടകങ്ങളും മതിയായ അളവിൽ ഉണ്ടാകണമെന്നില്ല. അതിനാൽ നാം പലതരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ ആഹാര പദാർത്ഥങ്ങൾ തയ്യാറാക്കി കഴിക്കുന്നു.
നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളുടെ അളവ്, കഴിക്കുന്ന സമയം, വൈവിധ്യം, ഗുണമേന്മ എന്നിവ നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കണം. ഇനി കുറിപ്പ് വായിച്ചല്ലോ. താഴെ തന്നിരിക്കുന്ന സൂചകങ്ങൾ ഉപയോഗിച്ച് കുറിപ്പ് വിശകലനം ചെയ്യൂ. പ്രധാനപ്പെട്ട പോഷക ഘടകങ്ങൾ ഏതെല്ലാമാണ് നമുക്ക് നോക്കാം. അന്നജം, മാംസ്യം, കൊഴുപ്പ്, ജീവകങ്ങൾ, ധാതു ലവണങ്ങൾ എന്നിവയാണ് പ്രധാന പോഷകങ്ങൾ. ജീവകങ്ങളെ നമുക്ക് വിറ്റാമിനുകൾ എന്നും പറയാം. ഇനി വിവിധ തരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് ആഹാരം തയ്യാറാക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്? എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും എല്ലാ പോഷകങ്ങളും മതിയായ അളവിൽ അടങ്ങിയിട്ടുണ്ടാകണമെന്നില്ല. അതിനാൽ വിവിധ ചേരുവകൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പലതരം ഭക്ഷ്യവസ്തുക്കളെ നാം കഴിക്കുന്നു. നാം എന്തിനാണ് പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നത്? നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങൾ തടയുന്നതിനും ആവശ്യമായ ഘടകങ്ങളാണ് പോഷകങ്ങൾ. അതുകൊണ്ടാണ് നാം പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നത്. കിട്ടിയോ? ഇനി കണ്ടെത്തിയ വിവരങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആഹാരത്തിലെ പോഷക ഘടകങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാം. ഊർജം ലഭിക്കാൻ. വിശപ്പ് മാറ്റാനും രുചി ആസ്വദിക്കാനും വേണ്ടി മാത്രമാണോ നമ്മൾ ആഹാരം കഴിക്കുന്നത്? അല്ല അല്ലേ? ഒരു ദിവസം നിങ്ങൾ എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്? ചിത്രം നിരീക്ഷിക്കൂ. ഈ പ്രവൃത്തികളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താവശ്യമാണ്? ഊർജ്ജം ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ചിത്രത്തിൽ എന്തൊക്കെ നിങ്ങൾക്ക് കാണാം? കുട്ടികൾ കളിപ്പാട്ടം കാറുമായിട്ട് കളിക്കുന്നുണ്ട്, ഫുട്ബോൾ കളിക്കുന്നുണ്ട്, ബലൂണുകളുമായിട്ട് കളിക്കുന്നുണ്ട്, പുസ്തകം വായിക്കുന്നുണ്ട് അല്ലേ? ഇനി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ചിത്രത്തിൽ കാണുന്നത്? ഇതൊക്കെയാണ് നമ്മൾ കണ്ടത്. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഊർജ്ജം ആവശ്യമില്ലേ? ആവശ്യമുണ്ട്. ഇവയ്ക്കെല്ലാം ഒരേ അളവിലാണോ ഊർജ്ജം ആവശ്യമുള്ളത്? അല്ല. ഇതിൽ ഏറ്റവും കൂടുതൽ ഊർജ്ജം ഏതിനായിരിക്കും വേണ്ടത്? ഫുട്ബോൾ കളിക്കാനായിരിക്കില്ലേ? കുറച്ചും കൂടി നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലേ? അപ്പോൾ ഇതിനെല്ലാം വേണ്ട ഊർജ്ജം എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുക? നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന്. നമുക്ക് പരിശോധിക്കാം. ഇനി നോക്കിയ കാർബോഹൈഡ്രേറ്റ്. ഇത് ഒരു ഭക്ഷണത്തിലുള്ള നമുക്ക് ഊർജ്ജം ലഭിക്കുന്ന ഒരു വസ്തുവാണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം പ്രധാനമായും ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ എന്നീ വിവിധ രൂപങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ കാണപ്പെടുന്നു. ധാന്യങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് അന്നജമാണ്. അപ്പോൾ നിങ്ങൾക്ക് ചോദ്യം പ്രതീക്ഷിക്കാം, ധാന്യങ്ങളിലും കിഴങ്ങ് വർഗ്ഗങ്ങളിലും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് എന്താണെന്ന്. അന്നജമാണ്. നമുക്ക് ആവശ്യമായ ഊർജ്ജം ലഭിക്കണമെങ്കിൽ കഴിക്കുന്ന ആഹാരത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തേണ്ട ഭക്ഷ്യവസ്തുക്കൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കിയാലോ. ആവശ്യമായ അളവിൽ ഊർജ്ജം ലഭിക്കുന്നതിനായി നമ്മുടെ ആഹാരത്തിൽ ധാന്യങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളും കൂടുതലായി ഉൾപ്പെടുത്തണം. ഇനി നോക്കിയേ, ആ കുട്ടി പറയാണ്, ഞാൻ എന്നും പാല് കുടിക്കാറുണ്ട്. പാലിൽ നിന്ന് അന്നജം ലഭിക്കുമോ? ഇല്ല. എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും അന്നജമുണ്ടോ? ഇല്ല. നിങ്ങളുടെ ഊഹം എന്താണ്? നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ അന്നജമുണ്ടോ എന്നിങ്ങനെ കണ്ടെത്തും. ഒരു പരീക്ഷണം ചെയ്തു നോക്കാം. ഇത് നമുക്ക് കഴിക്കുന്ന ആഹാരത്തിലൊക്കെ അന്നജം ഉണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്കൊരു പരീക്ഷണം ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി ആ ടെസ്റ്റിൻ്റെ പേരാണ് അയഡിൻ ടെസ്റ്റ്. ആവശ്യമായ സാമഗ്രികൾ: 2 ടെസ്റ്റ് ട്യൂബ് വേണം, പാല്, നേർപ്പിച്ച അയഡിൻ ലായനി, കഞ്ഞിവെള്ളം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം നോക്കാം. 2 ടെസ്റ്റ് ട്യൂബ് എടുക്കുക. അതിൽ അല്പം പാലും, ഒരെണ്ണത്തിൽ പാലും രണ്ടാമത്തേതിൽ അല്പം കഞ്ഞിവെള്ളം എടുക്കുക. ഓരോന്നിലും 2-3 തുള്ളി അയഡിൻ ലായനി ചേർക്കാം. അയഡിൻ ലായനി ചേർത്തപ്പോൾ 2 ടെസ്റ്റ് ട്യൂബിലുമുള്ള ദ്രാവകത്തിന് നിറത്തിൽ വന്ന മാറ്റം നിരീക്ഷിക്കൂ. എന്താണ് നിങ്ങൾ കണ്ടതെന്ന് എങ്ങനെയാണ് കാണുക? എങ്ങനെയായിരിക്കും അറിയോ? അയഡിൻ ടെസ്റ്റ് കഴിയുമ്പോൾ കഞ്ഞിവെള്ളം എടുത്ത ടെസ്റ്റ് ട്യൂബിൽ നിറമാറ്റം വരുന്നു. ഇരുണ്ട നീല നിറമായിട്ട് അത് മാറുകയാണ്. എന്നാൽ പാല് എടുത്ത ട്യൂബിൽ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ എന്താണ് ഇതിന് കാരണം എന്നുള്ളത് നമുക്ക് നോക്കാം. മിക്കവാറും എന്തായിരിക്കും? അതിൽ അന്നജം, സ്റ്റാർച്ച് എന്നൊരു സംഭവം അടങ്ങിയിട്ടുണ്ട്. അത് കാരണമാണ് അതിൻ്റെ നിറം മാറുന്നത് അല്ലേ? നമുക്ക് നോക്കാം. ഇനി നിങ്ങളോട് കുറച്ച് വസ്തുക്കളും കൂടെ ഈ അയഡിൻ ലായനി ചേർത്ത് നമ്മളോട് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന മാറ്റങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഉരുളക്കിഴങ്ങ്, അതിൽ അയഡിൻ ലായനി ചേർത്തപ്പോൾ എന്തുണ്ടായി? കടും നീല നിറമായിട്ട് അത് മാറുന്നു. ഇനി വെള്ളരി നിറവ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല. മൈദ ഇളം നീല നിറമായി മാറുന്നു. മുട്ടയുടെ വെള്ള നിറവ്യത്യാസം ഉണ്ടാകുന്നില്ല. തൈരും നിറവ്യത്യാസം ഉണ്ടാകുന്നില്ല. അന്നജം അയഡിനുമായി ചേരുമ്പോൾ ഇരുണ്ട നീല നിറം ഉണ്ടാകുന്നു. ഈ നീല കളറൊക്കെ ആവാനായിട്ടുള്ള കാരണം എന്താ? അതിലെല്ലാം അന്നജം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അയഡിൻ ചേർക്കുമ്പോൾ അത് രണ്ടും കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ നമുക്കൊരു ഇരുണ്ട നീല നിറമാണ് ഉണ്ടാകുന്നത്. അന്നജത്തിൻ്റെ ഓരോന്നിലും പല അന്നജത്തിൻ്റെ അളവും വ്യത്യാസം ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് അതിൻ്റെ നീല നിറത്തിൻ്റെ കാഠിന്യത്തിലും വ്യത്യാസം ഉണ്ടാകും. നിങ്ങൾ പരിശോധിച്ച ഭക്ഷ്യവസ്തുക്കളിൽ ഏതിലെല്ലാമാണ് അന്നജം കൂടുതലായി ഉള്ളതെന്ന് അയഡിൻ ലായനി ചേർത്തപ്പോഴുണ്ടായ നിറത്തിൻ്റെ കാഠിന്യം നിരീക്ഷിച്ച് കണ്ടെത്തും. ഏതിലാണ് ഏറ്റവും കടുനീല നിറമായത്? ഏതിലായിരുന്നു? ഉരുളൻകിഴങ്ങിലായിരുന്നു അല്ലേ? നിങ്ങൾ സാധാരണ കഴിക്കുന്ന ആഹാരം നേരത്തെ പട്ടികപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പട്ടിക വിശകലനം ചെയ്ത് അന്നജമുള്ള ആഹാര വസ്തുക്കളാണോ നിങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നതെന്ന് പരിശോധിക്കാം. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഏറ്റവും കൂടുതൽ അന്നജമുള്ളത് ഏതൊക്കെയായിരിക്കാം? കപ്പ, അതുമാതിരി ഗോതമ്പ് പൊടി, അരി തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളിലെല്ലാം അന്നജമാണ് കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. ഇനി നോക്കിയേ, ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റ്സ് എന്ന് പറയും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ പണ്ടൊക്കെ കിളികൾക്കൊക്കെ കൊടുക്കാറുണ്ട്. ഇപ്പം നമ്മളും അത് ഭക്ഷിക്കാൻ തുടങ്ങി. പുല്ലുവർഗ്ഗത്തിൽപ്പെട്ട വിളകളാണ് ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ.
അരി, ഗോതമ്പ് എന്നിവയെ അപേക്ഷിച്ച് വളരെ ഉയർന്ന തോതിലുള്ള പ്രോട്ടീൻ, വിറ്റാമിൻ, ധാതു ലവണങ്ങൾ എന്നിവ ഇവയിലുണ്ട്. നാരുകളാൽ സമ്പന്നമായ ചെറുധാന്യങ്ങൾ ദഹന പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. മുൻകാലങ്ങളിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമുള്ള ഭക്ഷണമായിട്ടാണ് ഇവ ഉപയോഗിച്ചു വന്നിരുന്നത്. ഇവയുടെ പോഷകമൂല്യം മനസ്സിലാക്കിയതോടുകൂടിയാണ് മനുഷ്യരും ആഹാരമായി ഉപയോഗിച്ചു തുടങ്ങിയത്. റാഗി, ബജ്റ, തിന, ചോളം, ചാമ തുടങ്ങിയവ ഈ വിഭാഗത്തിൽപ്പെടുന്നു. റാഗി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുഞ്ഞുങ്ങൾക്കൊക്കെ കുറുക്കുണ്ടാക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ ചോളം, ചാമയൊക്കെ ഒരു അരിയാണ്. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നോക്കൂ, വളർച്ചയ്ക്ക് പിന്നിൽ നമ്മുടെ ആഹാരത്തിൽ കാർബോഹൈഡ്രേറ്റ് മാത്രം ഉൾപ്പെടുത്തിയാൽ മതിയോ? മറ്റെന്തെല്ലാം പോഷകഘടകങ്ങൾ നമുക്ക് ആവശ്യമാണെന്ന് നോക്കാം. ഒന്നാമത്തെയാണ് പ്രോട്ടീൻ. ആ ചിത്രത്തിൽ നോക്കിയേ, ഒരു ഡോക്ടറെ അടുത്ത് അമ്മയും കുഞ്ഞും വന്നിരിക്കുകയാണ്. അപ്പോൾ പറയണം, അമ്മ ഒന്നും ചെയ്യാൻ മോന് ഉഷാറില്ല, എപ്പോഴും നല്ല ക്ഷീണമാണെന്ന് പറയുന്നു ഡോക്ടർ. കുട്ടിക്ക് വളർച്ചക്കുറവുണ്ട്. മുട്ട, ചെറുപയർ, നിലക്കടല, മത്സ്യം, പാല് തുടങ്ങിയ ആഹാരങ്ങൾ ധാരാളമായി നൽകണം. ഈ കാര്യമാണ് ഡോക്ടർ അമ്മയോട് പറഞ്ഞത്. എന്തായിരിക്കും അങ്ങനെ പറയാൻ കാരണം കുട്ടിക്ക് മാംസ്യം കുറവുള്ളത് കൊണ്ടാണ്, അതായത് പ്രോട്ടീൻ കുറവുള്ളത് കൊണ്ടാണ് ക്ഷീണം തോന്നുന്നത്. അപ്പോൾ മുട്ട, ചെറുപയർ, നിലക്കടല, മീൻ, പാല് തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളിൽ ഈ മാംസ്യം അഥവാ പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അവ കഴിക്കുന്നത് ആ കുട്ടിക്ക് ഊർജ്ജം നൽകും. അതുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ പറഞ്ഞത്. ഇനി സ്കൂളിലെ ആരോഗ്യ ക്ലബ്ബ് സംഘടിപ്പിച്ച പരിപാടിയിൽ ഡയറ്റീഷ്യൻ നൽകിയ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് വായിക്കൂ. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻ. കണ്ടോ, പേശികൾ, തലമുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. കൂടാതെ ഇവ ഊർജ്ജവും പ്രദാനം ചെയ്യുന്നു. പ്രോട്ടീൻ്റെ കുറവ് മൂലം കോഷിയോർക്കർ, മരാസ്മസ് എന്നീ രോഗങ്ങൾ ഉണ്ടാകുന്നു. അപ്പം നിങ്ങളുടെ പ്രായത്തിലൊക്കെ ഏറ്റവും അധികം കഴിച്ചിരിക്കേണ്ട ഭക്ഷണമാണ് പ്രോട്ടീൻ. അതടങ്ങിയിട്ടുള്ള ഫുഡ് ഈ മുട്ട, ഇറച്ചി, മത്സ്യം അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ, പാല്, അതൊക്കെ നന്നായി കഴിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഊർജ്ജവും ഇതൊക്കെ നന്നായി കിട്ടുക. ഇനി നോക്കൂ, പ്രോട്ടീൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? എന്തൊക്കെയായിരിക്കും? പ്രോട്ടീൻ ഊർജ്ജം നൽകുന്നു, വളർച്ചയ്ക്കും ശരീരം കെട്ടിപ്പടുക്കുന്നതിനും സഹായിക്കുന്നു, പേശികൾ, മുടി, ചർമ്മം എന്നിവയുടെ ആരോഗ്യത്തിനും ആവശ്യമാണ്. പ്രോട്ടീൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ എന്തെല്ലാമാണ്? ഏതൊക്കെയാ? കോഷിയോർക്കറും മരാസ്മസും. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളുടെ ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്. അവ തിരിച്ചറിഞ്ഞ് എഴുതാൻ പറഞ്ഞിരിക്കുന്നു. ആദ്യത്തെ ചെറുപയർ. പിന്നെ അവർ തന്നിട്ടുണ്ട് പനീർ, പിന്നെ കശുവണ്ടി, കപ്പലണ്ടി അല്ലെങ്കിൽ നിലക്കടല എന്നും പറയും. മാംസം, മത്സ്യം, മുട്ട, പാല്, ഇതിലെല്ലാം എന്തടങ്ങിയിരിക്കുന്നു? പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇത്തരം ഫുഡുകളാണ് വളർച്ചയുടെ കാലഘട്ടത്തിലെ കുട്ടികളൊക്കെ കഴിച്ചിരിക്കേണ്ട ഫുഡ്. ഇവയിൽ ഏതെല്ലാം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്? ഏതൊക്കെയാ? ഇവയിലെല്ലാം തന്നെ ഭക്ഷണത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലേ? നിങ്ങളുടെ സസ്യാഹാരം മാത്രം കഴിക്കുന്നവർ ഉണ്ടാകുമല്ലോ നിങ്ങളിൽ, ഉണ്ടാവില്ലേ? അവരിൽ പ്രോട്ടീൻ്റെ കുറവുണ്ടാകാതിരിക്കാൻ ആഹാരത്തിൽ ഏതെല്ലാം പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്താം? ഏതൊക്കെയാ? ചെറുപയർ, കശുവണ്ടി, നിലക്കടല, വിത്തുകൾ, മുഴുധാന്യങ്ങൾ, മറ്റ് പയർവർഗ്ഗങ്ങൾ എന്നിവയൊക്കെ പ്രോട്ടീന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം. പ്രോട്ടീൻ അടങ്ങിയ കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തി ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? പാലുൽപ്പന്നങ്ങൾ, മീൻ, ഇറച്ചി, സോയാബീൻ, ഓട്സ്, പച്ചപ്പട്ടാണി, ശതാവരി, മുട്ട, ബദാം, മത്തങ്ങയുടെ കുരു, വാൽനട്ട്, കടല, ഇതെല്ലാം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണവസ്തുക്കളാണ്. ഇനി കൊഴുപ്പ്. അടുത്ത ഭക്ഷണ പദാർത്ഥമാണ് കൊഴുപ്പ്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എന്നിവ പോലെ കൊഴുപ്പും നമുക്ക് ആവശ്യമാണ്. ഒരേ അളവിൽ കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും എടുത്താൽ ഏറ്റവും കൂടുതൽ ഊർജ്ജം ലഭിക്കുന്നത് എന്തിൽ നിന്നാണെന്നറിയോ? കൊഴുപ്പിൽ നിന്നാണ്. നാം കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ കൊഴുപ്പുണ്ടോ എന്നെങ്ങനെ കണ്ടെത്താം? നിങ്ങളുടെ ഭക്ഷണത്തിലെ കൊഴുപ്പ് ഉൾപ്പെടുന്നുണ്ടോ എന്നറിയാനായിട്ട് ഒരു പ്രവർത്തനം ചെയ്തു നോക്കൂ. ഒരു വെള്ള പേപ്പർ എടുക്കുക, അതിലൊരു തുള്ളി എണ്ണ ഒഴിക്കുക, എന്നിട്ട് പേപ്പർ നീഷിച്ച് നോക്കിയേ. അപ്പോൾ എന്താ നമുക്ക് കാണാം? അവിടെ ഇങ്ങനെ ഒരു അർദ്ധധാര്യമാകുന്നതായിട്ട് കാണാം അല്ലേ? അതുപോലെ ഒരു പേപ്പറിൽ നെയ്യും ഒഴിച്ച് നോക്കുക. എണ്ണയും നെയ്യും ഒക്കെ പേപ്പറിൽ ഒഴിച്ചപ്പോൾ ഉണ്ടായ മാറ്റം നിരീക്ഷിച്ച് കൊഴുപ്പിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാം. അതായത് രണ്ടും ഒഴിച്ച് കഴിയുമ്പോഴും നമുക്ക് എന്തുതന്നെയാണ്? പേപ്പർ ഒരു അർദ്ധധാര്യമാകുന്ന അത് കാണാനുണ്ട്. താഴെ പറയുന്ന ആഹാരവസ്തുക്കൾ പേപ്പറിൽ ഉരച്ച് ഇതേ പരീക്ഷണം ആവർത്തിക്കാനും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചിപ്സ് നമ്മൾ ഉരയ്ക്കുകയാണ്, പേപ്പറിൽ ഉരയ്ക്കുമ്പോൾ നമുക്ക് അതിൽ എണ്ണയുണ്ട്. അപ്പോൾ കടലാസ് അർദ്ധധാര്യമാകുന്നു, അതിലപ്പോൾ കൊഴുപ്പുണ്ട്. ഇനി പച്ച വാഴയ്ക്ക നമ്മളത് വറുത്തിട്ടില്ല, അങ്ങനെ കൊഴുപ്പടങ്ങിയിട്ടുള്ള പ്രത്യേകിച്ച് ഒന്നും അതിൽ ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് നനവ് പോലെ കാണാം, പക്ഷേ എണ്ണയുടെ പാടൊന്നും കാണാനില്ല. അപ്പോൾ അതിലെന്തില്ല? കൊഴുപ്പില്ല. ഇനി ചതച്ച എള്ള് ചതച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊരു എണ്ണ വരും. അപ്പോൾ കടലാസ് അർദ്ധധാര്യമാകും, കൊഴുപ്പുണ്ട്. ഇനി ഉണങ്ങിയ തേങ്ങ, അതും നമുക്കറിയാം വെളിച്ചെണ്ണയ്ക്ക് കിട്ടുന്നത് തേങ്ങയിൽ നിന്നാണ്. അപ്പോൾ അത് ഉരച്ച് കഴിഞ്ഞാലും അവിടെ അർദ്ധധാര്യമാകും കടലാസ്, അപ്പോൾ അതിൽ കൊഴുപ്പുണ്ട്. അതുപോലെ തന്നെ ചതച്ച നിലക്കടല, അതിൽ നിന്നും, അതായത് കപ്പലണ്ടി, അതും നമുക്കൊരു എണ്ണ വരുന്നൊരു സംഭവമാണ്. അപ്പോൾ കടലാസ് അർദ്ധധാര്യമാകും, അതിനും കൊഴുപ്പുണ്ട്. ഇനി നോക്കിയാൽ നിങ്ങൾക്കറിയാവുന്ന കൊഴുപ്പടങ്ങിയ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളുടെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ തയ്യാറാക്കിയ ലിസ്റ്റിലെ എണ്ണ, നെയ്യ്, മാംസം, മുട്ട, തേങ്ങ, എള്ള്, കടുക്, നിലക്കടല, പാല്, വെണ്ണ തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ. സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും നമുക്ക് കൊഴുപ്പ് ലഭിക്കുന്നുണ്ട്. നമുക്കറിയാം 2 തരം കൊഴുപ്പുകളുണ്ട്. ഒന്ന് സസ്യക്കൊഴുപ്പും ഒന്ന് ജന്തുക്കളിൽ നിന്ന് കിട്ടുന്ന കൊഴുപ്പുകളും. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് നോക്കിയാൽ വെളിച്ചെണ്ണ ഉണ്ടാവും നാളികേരത്തിൽ നിന്നും, പിന്നെ നെയ്യ്, മത്സ്യ എണ്ണ,
വെണ്ണ, അതായത് അല്ലെങ്കിൽ ബട്ടർ, സൺഫ്ലവർ ഓയിൽ. അടുത്തത് നമ്മൾ ഈ സൺഫ്ലവറിൽ നിന്ന് കിട്ടുന്ന, അതിൻ്റെ സീഡിൽ നിന്ന് കിട്ടുന്ന ഓയിലാണ് സൺഫ്ലവർ ഓയിൽ. ഇനി ഇവയെ സസ്യജന്യ കൊഴുപ്പുകൾ, ജന്തുജന്യ കൊഴുപ്പുകൾ എന്നിങ്ങനെ തരംതിരിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സസ്യജന്യമായത് ഏതൊക്കെയാണ്? വെളിച്ചെണ്ണയും സൺഫ്ലവർ ഓയിലും. ജന്തുജന്യമായത് മത്സ്യ എണ്ണ, നെയ്യ്, വെണ്ണ. പച്ചക്കറി, അരി, ഗോതമ്പ് തുടങ്ങിയ മിക്കവാറും എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും ചെറിയ അളവിൽ കൊഴുപ്പ് അടങ്ങിയിട്ടൊക്കെ ഉണ്ട്. ഇനി അടുത്താണ് കൊളസ്ട്രോൾ. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ഇതായിരിക്കും കൊളസ്ട്രോൾ. നിങ്ങളുടെ പേരൻസിനൊക്കെ ചിലപ്പോൾ കൊളസ്ട്രോൾ വന്ന് മരുന്ന് കഴിക്കുന്നവരുണ്ടാകും. അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്താണത്? കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല എന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു കേട്ടിട്ടില്ലേ? എന്താകാൻ കാരണം? കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. മിതമായ അളവിൽ കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമാണ്. എന്നാൽ രക്തത്തിൽ കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ അടിഞ്ഞുകൂടുകയും രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഇത് ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ കൊളസ്ട്രോൾ എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് അമിതമായി കൊളസ്ട്രോൾ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് പല അസുഖങ്ങളും വരും. മിതമായ അളവിൽ നമുക്ക് കൊളസ്ട്രോൾ നമുക്ക് ആവശ്യമാണ്. ഇനി അടുത്തതാണ് വിറ്റാമിനുകൾ. വിറ്റാമിനുകൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ചെറിയ അളവിൽ അത്യാവശ്യമുള്ള പോഷക ഘടകങ്ങളാണ് വിറ്റാമിനുകൾ. ഇതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി മനസ്സിലാക്കാം. ഡോക്ടറോട് പറയാണ്, ഡോക്ടർ, എൻ്റെ മകൻ പല്ല് തേക്കുമ്പോഴും കട്ടിയുള്ള ആഹാര സാധനങ്ങൾ ചവയ്ക്കുമ്പോഴും മോണയിൽ നിന്നും രക്തം വരുന്നു. എന്താണ് കാരണം? മോണയിലെ രക്തസ്രാവം വിറ്റാമിൻ്റെ കുറവ് മൂലമാകാം. മരുന്നിനോടൊപ്പം വിറ്റാമിൻ സി ധാരാളം അടങ്ങിയ ഭക്ഷണം കൂടെ കഴിക്കണമെന്ന് പറയാണ്. അപ്പോൾ കുട്ടി ചോദിക്കുക, അപ്പോൾ വിറ്റാമിനുള്ള എയും ബിയും ഒക്കെ ഉണ്ടാവും ഡോക്ടറെ എന്ന്? നിങ്ങൾക്ക് ഉണ്ടാ സംശയം? ഉണ്ടാവും അല്ലേ? വിറ്റാമിൻ എയും ബിയും ഒക്കെ ഉണ്ട്. വിവിധതരം വിറ്റാമിനുകൾ ഏതെന്നും അവയുടെ പ്രാധാന്യം എന്തൊക്കെയാണെന്നും മനസ്സിലാക്കാൻ നൽകിയിട്ടുള്ള പട്ടിക വിശകലനം ചെയ്യൂ. ഇനി നോക്കിയേ, കുറേ വൈറ്റമിനുകൾ തന്നിട്ടുണ്ട്, അതിൻ്റെ പ്രാധാന്യവും കൊടുത്തിട്ടുണ്ട്. വിറ്റാമിൻ എ കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യം, അതിന് ഇമ്പോർട്ടൻ്റ് ആണ്. വിറ്റാമിൻ ബി നോക്കിയേ, തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യം. വിറ്റാമിൻ സി പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും. വിറ്റാമിൻ ഡി എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും. വിറ്റാമിൻ ഇ നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന്. വിറ്റാമിൻ കെ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കുന്നതിന്. ത്വക്കിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനുകൾ ഏതെല്ലാമാണ്? വിറ്റാമിൻ എയും വിറ്റാമിൻ ബിയും. വിറ്റാമിൻ ഡി ആവശ്യത്തിന് ലഭിച്ചില്ലെങ്കിൽ എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും? എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തെ ബാധിക്കുന്നു. അതുപോലെ തന്നെ പ്രതിരോധ ശക്തിയും കുറയുന്നു. ഇനി വിറ്റാമിനുകളെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. വിറ്റാമിൻ ശരീരത്തിന് ആവശ്യമായ ഒരു പ്രധാന പോഷകമാണ്. വിവിധ തരത്തിലുള്ള വിറ്റാമിനുകളുണ്ട്. അവ ഓരോന്നിൻ്റെയും ധർമ്മം വ്യത്യസ്തമാണ്. കണ്ണിൻ്റെയും മുടിയുടെയും ആരോഗ്യത്തിന് വിറ്റാമിൻ എ അത്യാവശ്യമാണ്. ചർമ്മത്തിൻ്റെയും ആരോഗ്യത്തിന് വിറ്റാമിൻ എയും ബിയും ആവശ്യമാണ്. പല്ലുകൾ, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും പ്രതിരോധ ശക്തിക്കും വിറ്റാമിൻ സി സഹായിക്കുന്നു. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം നിലനിർത്താൻ വിറ്റാമിൻ ഡി സഹായിക്കുന്നു. നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് വിറ്റാമിൻ ഇ സഹായിക്കുന്നു. രക്തം കട്ടപിടിക്കുന്നതിന് വിറ്റാമിൻ കെ അത്യാവശ്യമാണ്. ആ ഒരു വിറ്റാമിൻ കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി വിറ്റാമിൻ ഡിയും ബി കോംപ്ലക്സും. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. ചെറിയ അളവിൽ ഭക്ഷണത്തിൽ നിന്നും ഇത് ലഭിക്കുന്നുണ്ട്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഏറ്റവും ആവശ്യമായ ഒരു വിറ്റാമിനാണിത്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ എല്ലുകൾ ദുർബലമായോ മൃദുവായോ മാറുന്ന അവസ്ഥയാണ് കണ. വിറ്റാമിൻ ഡി ലഭിക്കുന്നതിനായി സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ്. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യം വേണ്ട ഒരു കൂട്ടം വിറ്റാമിനുകളാണ് ബി കോംപ്ലക്സ്. 8 തരം ബി വിറ്റാമിനുകളുടെ കൂട്ടമാണ് അത്. ആരോഗ്യം നിലനിർത്തുന്നതിൽ വിറ്റാമിൻ ബി കോംപ്ലക്സ് നിർണായക പങ്കുവഹിക്കുന്നു. കോശത്തിൻ്റെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ വളർച്ച, കാഴ്ചശക്തി, നാഡീപ്രവർത്തനം, ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്കെല്ലാം ബി കോംപ്ലക്സ് ആവശ്യമാണ്. ഈ വിറ്റാമിനുകളുടെ കുറവ് മൂലമുണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഏതെല്ലാം ആഹാരങ്ങൾ കഴിക്കണം? വ്യത്യസ്ത വിറ്റാമിനുകൾ അടങ്ങിയ ആഹാരപദാർത്ഥങ്ങൾ ഏതെല്ലാമാണെന്ന് പട്ടിക നിരീക്ഷിച്ച് മനസ്സിലാക്കാം. നോക്കിയേ, വിറ്റാമിൻ എ മത്സ്യം, ക്യാരറ്റ്, ചീര, മുരിങ്ങയില, പാല്, അതിലൊക്കെയുണ്ട്. വിറ്റാമിൻ ഡി ബി മട്ടയരി, ചീര, മുട്ട, മീൻ, ചേമ്പില. വിറ്റാമിൻ സി നെല്ലിക്ക, നാരങ്ങ, തക്കാളി, പേരയ്ക്ക, പപ്പായ. വിറ്റാമിൻ ഡി മത്സ്യം, മുട്ട, ചീസ്, ധാന്യങ്ങൾ, പാലുൽപ്പന്നങ്ങൾ. വിറ്റാമിൻ ഇ നിലക്കടല, ബദാം, പാല്, നെയ്യ്, ഇലക്കറികൾ. വിറ്റാമിൻ കെ കാബേജ്, കോളിഫ്ലവർ, ചീര, പാല്, മുട്ട. ഇതൊക്കെ കണ്ടോ? ഇത്രയധികം ഫുഡുകളിൽ നമുക്ക് വിവിധതരം വിറ്റാമിനുകളാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ചില ഭക്ഷണങ്ങളിൽ കുറേ വിറ്റാമിൻസ് ഉണ്ട്. അതായത് പാലും മുട്ടയൊക്കെ നന്നായിട്ട് വിറ്റാമിനുകൾ അടങ്ങിയിരിക്കുന്ന വസ്തുക്കളാണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കഴിക്കുക. നിങ്ങളുടെ ഭക്ഷണ വസ്തുക്കളിലും ഇതായിട്ടും ഇതൊക്കെ യൂസ് ചെയ്യാം. ഇനി നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടുന്ന ഭക്ഷ്യയോഗ്യമായ ഇലകൾ, പഴവർഗ്ഗങ്ങൾ എന്നിവയിലെ വിവിധ ഇനം വിറ്റാമിനുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നു. മുരിങ്ങയില, ചീര, പേരയ്ക്ക, പപ്പായ, മാങ്ങ തുടങ്ങിയ വിവിധ ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലായില്ലേ? ഇനി നമുക്ക് വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളും കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളും എന്ന് പറഞ്ഞിട്ട് 2 വ്യത്യസ്ത കാറ്റഗറികളുണ്ട്. വിറ്റാമിൻ ബിയും സിയും വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. എന്നാൽ എ, ഡി, ഇ, കെ എന്നീ വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കുകയുള്ളൂ.
അപ്പോൾ നമുക്ക് നോക്കി ഡി ഒക്കെ നിങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ വിറ്റാമിൻ ഡി ഒക്കെ നമ്മൾക്ക് കൊഴുപ്പിൽ മാത്രം ലയിക്കുന്ന വിറ്റാമിനൊക്കെയാണ്. കൊഴുപ്പിൻ്റെ അഭാവത്തിൽ ഈ വിറ്റാമിനുകൾ ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടുകയില്ല. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയുള്ള വിറ്റാമിനുകൾ നമുക്ക് ആഗിരണം ചെയ്യണമെങ്കിൽ നമുക്ക് കൊഴുപ്പും കൂടെ ഒപ്പം കഴിക്കണം. നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇവിടെ വരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കി അടുത്ത വീഡിയോയിലായിരിക്കും ഉണ്ടാവുക. ഇനി നമുക്ക് ഇത്രയും വരെ പഠിച്ചതിൻ്റെ മുൻകാല വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് തന്നിരിക്കുന്നത്. 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. പോഷകങ്ങൾ എന്നാൽ എന്ത്? ഉദാഹരണം എഴുതുക. നമുക്ക് ഇതിലെല്ലാത്തിൻ്റെ ആൻസറുകൾ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ആൻസറുകൾ കിട്ടും. രണ്ടാമത്തെ, മാംസ്യത്തിൻ്റെ 2 ധർമ്മങ്ങൾ എഴുതുക. കൊഴുപ്പിൻ്റെ സാന്നിധ്യം കണ്ടെത്താനുള്ള പരീക്ഷണം വിവരിക്കുക. ജീവകം എയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏത്? ജീവകം അല്ലെങ്കിൽ വിറ്റാമിൻ. ഇനി 3-4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. സസ്യാഹാരികൾക്ക് മാംസ്യ കുറവ് പരിഹരിക്കാൻ ഭക്ഷണത്തിൽ എന്തെല്ലാം ഉൾപ്പെടുത്തണം? 4 പേരെഴുതുക. ജീവകം സിയുടെ ധർമ്മവും ലഭ്യമാകുന്ന 4 ഭക്ഷ്യവസ്തുക്കളും എഴുതുക. താഴെ കൊടുത്തവ പോഷകത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുക. ചെറുപയർ, നെയ്യ്, ഓറഞ്ച്, മുട്ട, ക്യാരറ്റ്. എല്ലുകളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം ഏതാണ്? അതിൻ്റെ അഭാവം കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം? കടലാസിൽ എണ്ണപ്പാട് വീഴുന്നതിൻ്റെ കാരണം എന്ത്? ഈ പരീക്ഷണം കൊണ്ട് എന്ത് മനസ്സിലാക്കാം? കുറച്ചും കൂടി 5 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ട്. വിവിധ ജീവകങ്ങളും അവയുടെ ധർമ്മങ്ങളും ഉറവിടങ്ങളും പട്ടികപ്പെടുത്തുക. സമീകൃത ആഹാരം എന്നാൽ എന്ത്? ഒരു ദിവസത്തെ സമീകൃത ആഹാരത്തിൻ്റെ മാതൃക തയ്യാറാക്കുക. മാംസ്യം, കൊഴുപ്പ്, ജീവകം എന്നിവയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വിശദീകരിക്കുക. ഇത്രയും ചോദ്യങ്ങളാണ് മുൻകാല വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും തന്നെ ആൻസറുകൾ നമുക്ക് കിട്ടുന്നതാണ്. ഇനി ഈ ചാപ്റ്ററിൽ നമുക്ക് കുറച്ചും കൂടി പേജുകൾ ബാക്കിയുണ്ട്. അതുപോലെ തുടർ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് സെക്കൻഡ് പാർട്ട് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ കാണാവുന്നതാണ്. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.